സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, അഗ്രികൾച്ചറിന്റെ പെർഫോമൻസിനെ കുറിച്ചിട്ടൊന്ന് നോക്കാം. നമ്മുടെ കേരളത്തിലെ അഗ്രികൾച്ചർ എന്തൊക്കെയാണ്, അതിന്റെ ബേസിക് ആയിട്ടുള്ള പെർഫോമൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഫസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പൊ നമ്മൾ കേരളത്തിന്റെ കേസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് അഗ്രികൾച്ചർ ഇമ്പോർട്ടന്റ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു എൻഷുർ ഫുഡ് സെക്യൂരിറ്റി. ഓക്കെ, ഇപ്പൊ നമുക്ക് ആവശ്യത്തിന് ഫുഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഫുഡ് ക്രോപ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ആവശ്യത്തിന് ഭക്ഷണം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കൃഷി ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, ഇനിയിപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ പറയുകയാണ് എനിക്ക് പച്ചക്കറി ഒന്നും വേണ്ട, എനിക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന പോലെ ഞാൻ നോൺ വെജ് കഴിച്ചോളാം. ബട്ട് ഈ നോൺ വെജ് എന്ന് പറയുന്ന പൗൾട്രി ആയാലും കാറ്റൽ റയറിംഗ് ആയാലും ഇതെല്ലാം അഗ്രികൾച്ചറിന്റെ അലൈഡ് കാറ്റഗറിയിൽ വരുന്നതാണ്, അലൈഡ് സെക്ടർ ആണ്. അപ്പം അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടറിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ചോദിച്ചു കഴിഞ്ഞാൽ, ദ ഫസ്റ്റ് വൺ ഇസ് ടു പ്രൊവൈഡ് ദ ഫുഡ് സെക്യൂരിറ്റി. സോ ഫുഡ് സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, പോവേർട്ടി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, പിന്നെ അതല്ലാതെ ഈ പറയുന്ന അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ജീവിത വൃത്തിയാണ്, ജോലിയാണ്, അത് അവരുടെ വരുമാന മാർഗമാണ്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് ഓർ ഇറ്റ് ഈസ് ജനറേറ്റിംഗ് ലൈവ്ലിഹുഡ്. ഇനി അത് മാത്രമല്ല, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സ്, അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ചിലപ്പോൾ അതെന്തായിരിക്കാം, കോട്ടൺ ആയിരിക്കാം, ചിലപ്പോൾ സിൽക്ക് ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് മേ ബി. ഈ പറയുന്ന കോട്ടൺ ആയാലും സിൽക്ക് ആയാലും ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റിയിലൂടെ തന്നെയാണ്. ഓക്കെ, അഗ്രികൾച്ചറൽ ആക്ടിവിറ്റിയിലൂടെയാണ് ഈ പറയുന്ന ഓരോ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത്. സേ ഫോർ എക്സാമ്പിൾ നിങ്ങളിൽ ചിലപ്പോൾ ചില ആളുകളൊക്കെ പൊട്ടറ്റോ ചിപ്സ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. ഓക്കെ, ക്ലാസ് കേൾക്കുന്നതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ പൊട്ടറ്റോ ചിപ്സ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. ആ പൊട്ടറ്റോ ചിപ്സ് എവിടെ നിന്ന് വരുന്നതാണ്, അഗ്രികൾച്ചറിൽ നിന്ന് വരുന്നതാണ്. ഓക്കെ, നിങ്ങൾ ബിസ്ക്കറ്റ് കഴിക്കുന്നുണ്ടായിരിക്കാം, അത് വരുന്നത് എവിടെ നിന്നാണ്, അഗ്രികൾച്ചറിൽ നിന്നാണ്. ഓക്കെ, സോ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇൻഡസ്ട്രി അതുപോലെ തന്നെ സർവീസ് സെക്ടറിന്റെ ഒക്കെ ഗ്രോത്തിന് ഫൗണ്ടേഷൻ ആയിട്ട് നിൽക്കുന്നത് ഈ പറയുന്ന അഗ്രികൾച്ചറൽ സെക്ടർ തന്നെയാണ്. അപ്പം മറ്റ് ഇൻഡസ്ട്രീനെയും കൂടെ താങ്ങി നിർത്തുക എന്ന് പറയുന്ന റെസ്പോൺസിബിലിറ്റിയും കൂടെ അഗ്രികൾച്ചറിന് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമ്മുടെ ഇന്ത്യയുടെ കേസിലുള്ള ഒരു പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഒരു അനാലിസിസും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കണം. അതായത് ഇന്ത്യയുടെ 42.3% പോപ്പുലേഷൻ എന്താണ്, അഗ്രികൾച്ചറൽ സെക്ടറിൽ എംപ്ലോയിഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 50% താഴെയാണ്. ഓക്കെ, സോ ഒരു 3-4 എക്കണോമിക് സർവേ മുമ്പ് വരെയുള്ള ഡാറ്റയിൽ ഓൾമോസ്റ്റ് 47-49% ഒക്കെ ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ 50% അടുത്ത് ആളുകൾ അഗ്രികൾച്ചറൽ സെക്ടറിലായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് വന്നിട്ടുണ്ട്. ഏകദേശം 42% ആളുകൾ ഇന്ത്യയിലാണ്, കേരളത്തിലെ കേസല്ല, ഇന്ത്യയിൽ അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇനി ഈ പറയുന്ന അഗ്രികൾച്ചറൽ സെക്ടർ ഏകദേശം 18.2%, ഇന്ത്യൻ GDP-യുടെ 18.2% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള അഗ്രികൾച്ചർ ആണ്. ഈ രണ്ട് ഇൻഫർമേഷനും അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയുടെ പെർസ്പെക്റ്റീവിൽ നിങ്ങളൊന്ന് പൊതുവിൽ മനസ്സിലാക്കി വെക്കുക. ഇനി ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദി കേരളാസ് അഗ്രികൾച്ചർ. കേരളത്തിന്റെ അഗ്രികൾച്ചറൽ പെർഫോമൻസിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചില കാര്യങ്ങളൊക്കെ വളരെ ഫാക്ച്വർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും. ഞാൻ മാക്സിമം അത് എൻഗേജിങ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ടും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ അതുകൊണ്ട് അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ കേരളത്തിന്റെ അഗ്രികൾച്ചറിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ ഇൻഫർമേഷൻ വീണ്ടും വരികയാണ്. ഓക്കെ, അതായത് വി ആർ അഗെയിൻ ഗോയിങ് ബാക്ക് ടു ലാൻഡ് റീഫോം. സോ ലാൻഡ് റീഫോമിന്റെ സമയത്ത് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ഭൂമി ഉണ്ടായിരുന്ന ആളുകളിൽ നിന്നൊക്കെ ഭൂമി പിടിച്ചെടുത്തിട്ട് പല ആളുകൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പൊ പണ്ട് ഇപ്പൊ ഞാനൊരു ജന്മി ആയിരുന്നെങ്കിൽ എൻ്റെ അടുത്ത് 1000 ഏക്കർ ഉണ്ടായിരുന്നു. ഓക്കെ, ആ 1000 ഏക്കറിൽ 990 ഏക്കറും ഗവൺമെന്റ് പിടിച്ചെടുത്തു. ഇപ്പൊ എൻ്റെ അടുത്ത് 10 ഏക്കർ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്തു, വേറെ 99 ആൾക്കാർക്ക് ഇത് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അങ്ങനെ 100 പേർക്ക് 10 ഏക്കർ വെച്ചിപ്പോ ഉണ്ട്. ഓക്കെ, അതായത് എന്റെ കയ്യിലുണ്ടായിരുന്ന 1000 ഏക്കർ ടോട്ടൽ ആയിട്ട് എന്ത് ചെയ്തു, വേറെ 99 പേരെയും കൂടെ കൂട്ടിയിട്ട് 100 പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. എല്ലാവരുടെ കയ്യിലും ഇപ്പൊ 10 ഏക്കർ ഉണ്ട്. അതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും ഈക്വൽ ആയിട്ട് എന്ത് ചെയ്തു, ഭൂമി കിട്ടി. ഭൂമിയിൽ എല്ലാവർക്കും ഒരുപോലെ അവകാശം കിട്ടി. അത് ശരിയാണ്. പക്ഷേ എല്ലാവരുടെ കയ്യിലും 10 ഏക്കർ മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതലായിട്ടുള്ള ഭൂമിയുള്ള ആരുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് ഹോൾഡിങ്ങിന്റെ സൈസ് ചെറുതായി. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്മോൾ ലാൻഡ് ഹോൾഡിംഗ് എന്ന് പറയുന്നത്. സോ നമ്മൾ അങ്ങനെ നോക്കുന്ന സമയത്ത് കേരളത്തിലുള്ള ആളുകളുടെ ലാൻഡ് ഹോൾഡിംഗ് അല്ലെങ്കിൽ അവരുടെ പക്കലുള്ള ലാൻഡിന്റെ സൈസ് എന്ത് ചെയ്തു, കുറഞ്ഞു. ഓക്കെ, സോ അത് നമ്മുടെ കേരളത്തിന്റെ അഗ്രികൾച്ചറിന്റെ ഒരു ഫീച്ചർ ആണ്, സ്മോൾ ലാൻഡ് ഹോൾഡിംഗ് എന്ന് പറയുന്നത്. എന്നാൽ അതേസമയം തന്നെ നമ്മുടെ കേരളത്തിൽ ഡൈവേഴ്സ് ആയിട്ടുള്ള അഗ്രോ ക്ലൈമാറ്റിക് കണ്ടീഷൻ ഉണ്ട്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്കുള്ളത് മൺസൂൺ കാലഘട്ടമാണ്, നല്ല മഴയുണ്ട്. കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് ഡിസംബർ ഒക്കെ ആകുമ്പോൾ വിന്റർ ആയി.
അത് കഴിഞ്ഞിട്ട് ഒരു മാർച്ച് ഏപ്രിലൊക്കെ ആവുന്ന സമയത്ത് സമ്മറായി. അപ്പം ഈ ഓരോ കാലഘട്ടത്തിലും നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറെന്റ് ആയിട്ടുള്ള ക്രോപ്പുകളെ കൾട്ടിവേറ്റ് ചെയ്യാം അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള ഡൈവേഴ്സ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ കൂടുതലായിട്ട് അഗ്രികൾച്ചർ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡൈവേഴ്സ് അഗ്രോ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അതും നമ്മുടെ കേരളത്തിലുണ്ട്. സോ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കേരളത്തിന്റെ അഗ്രികൾച്ചറിനെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ലൈക്ക് സ്മാൾ ലാൻഡ് ഹോൾഡിങ്സ് ആവുന്ന സമയത്ത് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻസ് കുറയാണ് ചെയ്യാം. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇപ്പം ഇങ്ങനെ ഡിവൈഡ് ചെയ്ത സമയത്ത് എനിക്ക് എന്റെ കയ്യിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 1000 ഏക്കർ ലാൻഡ് ഉണ്ടെങ്കിൽ അതിൽ മാക്സിമം ഒരു 10 ഏക്കറിൽ ഞാൻ എന്ത് ചെയ്യും, ഒരു വീട് വെച്ചു എന്ന് വിചാരിക്കാം. ബാക്കി വരുന്ന 990 ഏക്കറിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കൾട്ടിവേറ്റ് ചെയ്യും, കൃഷി ചെയ്യും. ഓക്കെ, അത്രയും വലിയ പ്രദേശമായതുകൊണ്ട് അല്ലെങ്കിൽ അത്രയും വലിയ കൃഷി ഉള്ളത് കൊണ്ട് ഞാൻ അവിടെ മെക്കനൈസ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് പകരം എനിക്ക് എന്ത് ചെയ്യും, യന്ത്രങ്ങളെ കൊണ്ടുവരാം. കാരണം ഒരുപാട് ഏരിയ ഉണ്ട്, അത് മുഴുവൻ കന്ന് കൂട്ടണം എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഫ്ലോ ചെയ്യണം, നിലം ഉഴണം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ട്രാക്ടേഴ്സ് കൊണ്ടുവരാം. അപ്പം എനിക്കത് പ്രോഫിറ്റബിൾ ആണ്. നേരെ മറിച്ച് എന്റെ കയ്യിലുള്ള 10 ഏക്കർ അല്ലെങ്കിൽ 1 ഏക്കർ സ്ഥലം, അതിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്തു, 30 സെന്റിൽ വീട് വെച്ചു, ബാക്കിയുള്ള 70 സെന്റ് അത് ഉഴുതു മറിക്കുന്നതിന് ട്രാക്ടർ കൊണ്ടുവന്ന് അവിടെ കൃഷി കൾട്ടിവേറ്റ് ചെയ്ത് അത് വിളവെടുക്കുന്നതിന് പുറത്തുനിന്ന് ആളുകളെ കൊണ്ടുവന്ന് അവസാനം ഈ കൃഷി വിറ്റിട്ട് എനിക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നും കിട്ടില്ല. നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ കയ്യിൽ ഒരു 1000 ഏക്കർ ഉണ്ടെങ്കിൽ അവിടെ മുഴുവൻ ഞാൻ എന്ത് ചെയ്യാണ്, നെൽകൃഷി ചെയ്യാന്ന് വിചാരിക്കാം. ഓക്കെ, ലൈക്ക് പാടമാണ്, അതിന് എനിക്ക് മെക്കനൈസേഷൻ ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് വിളവെടുക്കുന്നതിന് എനിക്ക് ആളുകളെ ആശ്രയിക്കേണ്ട കാര്യമില്ല, അതിനും എനിക്ക് എന്ത് ചെയ്യാം, മെഷീൻസ് കൊണ്ടുവന്നിട്ട് വിളവെടുക്കാം. അപ്പൊ അങ്ങനെ ടോട്ടലായിട്ട് നോക്കുന്ന സമയത്ത് എനിക്കത് പ്രോഫിറ്റബിൾ ആയിരിക്കും. ഓക്കെ, നേരെ മറിച്ച് സ്മോൾ ലാൻഡ് ഹോൾഡിങ്സ് ആവുന്ന സമയത്ത് അവിടെ സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ ആണ് വരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ചുറ്റുമുള്ള ആ ഒരു 70 സെന്റിൽ ഞാൻ എന്ത് ചെയ്യും, എന്റെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ പച്ചക്കറികൾ കൾട്ടിവേറ്റ് ചെയ്യും. ഓക്കെ, വെണ്ട, പയറ്, ചീര, ലൈക്ക് പച്ചമുളക്, ഇതൊക്കെ കൾട്ടിവേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അത് ഞാൻ തന്നെ കൺസ്യൂം ചെയ്യും. ഇതൊന്നും എന്ത് ചെയ്യില്ല, മാർക്കറ്റിലേക്ക് എത്തില്ല. നേരെ മറിച്ച് എനിക്ക് 1000 ഏക്കർ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഞാൻ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഓരോ കാര്യവും ഞാൻ അത് വിളവെടുത്ത് മാർക്കറ്റിലേക്ക് എത്തിക്കും. ഓക്കെ, അതായത് നമ്മുടെ കേരളത്തിന്റെ GDP കൂട്ടുന്നതിന് അത് സഹായിക്കും. പക്ഷെ സ്മോൾ ലാൻഡ് ഹോൾഡിംഗ് ആകുന്ന സമയത്ത് അത് GDPക്ക് കോൺട്രിബ്യൂഷൻ ആയിട്ട് വരുന്നില്ല. ഇത്തരത്തിൽ അവനവന്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നതിനെയാണ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. ആ ടേം ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഈ ഫോം ഓഫ് അഗ്രികൾച്ചർ ആണ്, സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ ആണ്. ഓക്കെ, ദെൻ രണ്ടാമത്തതിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ അഗ്രികൾച്ചറിനെ ഇമ്പാക്ട് ചെയ്യുന്ന മേജർ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആണ്, രണ്ടാമത്തത് അൺപ്രഡിക്റ്റബിൾ റെയിൻഫോൾ ആണ്. എസ്പെഷ്യലി മൺസൂൺ സമയത്ത് ക്ലൈമറ്റ് ചേഞ്ച് കാരണം എപ്പോൾ മഴ പെയ്യുന്നോ, എത്ര അളവിൽ മഴ പെയ്യുന്നോ, എത്ര കാലം വരെ നമുക്ക് മഴ ഉണ്ടാവുമെന്നോ ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ്. അപ്പം അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൃഷി ചെയ്യാനൊന്നും പറ്റാത്തൊരു സാഹചര്യമാണ്. സോ ക്ലൈമറ്റ് ചേഞ്ച്, അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള റെയിൻഫോള്, അതുപോലെ തന്നെ ഫ്രീക്വന്റ് ആയിട്ടുള്ള ഫ്ലഡ്. ഇപ്പൊ 2018-ലും 2019-ലും ഈ കാലഘട്ടത്തിലൊക്കെ നല്ല മഴ ഉണ്ടായ സമയത്ത് ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി. സോ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും, കൃഷി നശിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ടുള്ള ഫ്ലഡ്. ദെൻ ലിമിറ്റഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ക്രോപ്സ്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് കേരളത്തിലെ മേജർ ആയിട്ടുള്ള ക്രോപ്പ് അല്ലെങ്കിൽ നിങ്ങൾ മേജർ ആയിട്ട് കാണുന്ന കൾട്ടിവേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളുടെ പേരായിരിക്കും നിങ്ങൾക്ക് പറയാനുണ്ടാവുക. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്ത് പറയും, നെല്ല് പറയും, റബ്ബർ പറയും, അതുപോലെ ലൈക്ക് കോക്കനട്ട് പറയും. ഓക്കെ, വാഴ പറയും, മരച്ചീനി പറയും, ദെൻ ചിലപ്പോൾ കവുങ്ങ് പറയും. ഓക്കെ, ഇതല്ലാതെ വേറെ എന്തെങ്കിലും കൾട്ടിവേഷനെ കുറിച്ച് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ലൈക്ക് സ്പൈസസ് ഉണ്ടായിരിക്കും, ഏലം, ഗ്രാമ്പു, ഓക്കെ, കറുവപ്പട്ട ലൈക്ക് ചെറിയ എമൗണ്ടില്. സോ പിന്നെ തേയില, ഓക്കെ, കാപ്പി, ഇങ്ങനെ ഒരു 10-15 എണ്ണം. ഇതല്ലാതെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ലാർജ് സ്കെയിലിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്സിസ്റ്റൻസ് എമൗണ്ടിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. എന്റെ വീട്ടിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ചീര ഉണ്ടാക്കുന്നുണ്ടായിരിക്കും, പയറുണ്ടാക്കുന്നുണ്ടായിരിക്കും, അതൊരു ഡിഫറെന്റ് കൺസെപ്റ്റ്. ബട്ട് അതല്ലാതെ ഈ പറയുന്ന രൂപത്തിൽ നെല്ലോ അല്ലെങ്കിൽ റബ്ബറോ പ്ലാന്റേഷൻ കൾട്ടിവേഷൻ ചെയ്യുന്ന പോലെ, ടീ കൾട്ടിവേഷൻ ചെയ്യുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മറ്റ് കൃഷികളൊന്നും ചെയ്യുന്നില്ല. അപ്പൊ നമ്മുടെ ഡൈവേഴ്സിഫിക്കേഷൻ അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള ക്രോപ്പുകൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൃഷി ചെയ്യുന്നില്ല. അതും കേരളത്തിന്റെ ഒരു ഇഷ്യൂ ആണ്. പിന്നെ അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും ലേബർ ഷോർട്ടേജ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലാളികളെ കിട്ടാനില്ല. ഇപ്പൊ നെല്ല് നിങ്ങൾ വിതച്ചു കഴിഞ്ഞാൽ അത് വിതയ്ക്കുന്നതിനോ അല്ലെങ്കിൽ ഞാറ് നടുന്നതിനോ ഞാറ് മാറ്റി നടുന്നതിനോ
അതെന്ത് ചെയ്യുന്നത്, കള പറിക്കുന്നതിനോ കൊയ്യുന്നതിനോ മെതിക്കുന്നതിനോ ഇതിനൊന്നും എന്തില്ല, ആളെ കിട്ടുന്നില്ല. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയ ലാൻഡ് ഏരിയ ആണെങ്കിൽ ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് മെക്കനൈസേഷൻ അല്ലെങ്കിൽ മെഷീൻസിനെ കൊണ്ടുവരിക എന്ന് പറയുന്നതും പ്രോഫിറ്റബിൾ അല്ല. അപ്പം ഇതൊക്കെ നമ്മുടെ അഗ്രികൾച്ചർ ഫേസ് ചെയ്യുന്ന ചില ചാലഞ്ചസ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ആൻഡ് ദാറ്റ് ഇസ് ലീഡിങ് ടു ദ പുവർ പെർഫോമൻസ് ഓഫ് ദി അഗ്രികൾച്ചർ. ഇനി മറ്റൊരു ഇൻഫർമേഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, 2024 കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിന് നോർമൽ മൺസൂൺ ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ 2024 ഇപ്പൊ ഒരു നിങ്ങൾക്ക് എക്സാമിനേഷന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരികയാണ്, 2024 കേരളത്തിന്റെ റൈസ് പ്രൊഡക്ഷൻ കുറഞ്ഞു, ഇതിന്റെ റീസൺ എന്താണ് എന്ന് ചോദിച്ചിട്ട് ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഓക്കെ, സോ ഒന്നാമത്തത് നെറ്റ് കൾട്ടിവേറ്റഡ് ഏരിയ കുറഞ്ഞു, രണ്ടാമത്തത് പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഡെഫിസിറ്റ് മൺസൂൺ. ഓക്കെ, ഇങ്ങനെ 3 സ്റ്റേറ്റ്മെന്റ് തരികയാണെങ്കിൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 2024 കേസാണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ വി ഗോട്ട് എ നോർമൽ റെയിൻഫോൾ. ഓക്കെ, അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ ഇൻഫർമേഷൻ ആണെങ്കിലും അത് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം. അപ്പൊ കേരളത്തിന്റെ അഗ്രികൾച്ചറിനെ കുറിച്ചിട്ട് ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ നമ്മുടെ അഗ്രികൾച്ചറിന്റെ പെർഫോമൻസും കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അതായത് ഷെയർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടേഴ്സ് വെൻ ഇറ്റ് കംസ് ടു ദ ഗ്രോസ് വാല്യൂ ആഡഡ് ഓഫ് ദ സ്റ്റേറ്റ് പ്രൊഡക്ഷൻ. ഓക്കെ, നമ്മുടെ സ്റ്റേറ്റിന്റെ ഗ്രോസ് വാല്യൂ അഡീഷൻ, ഗ്രോസ് സ്റ്റേറ്റ് വാല്യൂ അഡീഷനിലേക്ക് വരുന്ന സമയത്ത് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻസ് എത്രയൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കണം. അപ്പം ഇന്ത്യയുടെ കേസ് നിങ്ങൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, സോ ഇന്ത്യയുടെ കേസാണ് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഇന്ത്യക്ക് ഇനീഷ്യലി 2000 ഇതാണ് ഇന്ത്യയുടെ കേസ് വരുന്നത്. ഓക്കെ, സോ 2014-15 സമയത്തേക്ക് നിങ്ങൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അന്ന് 16% ഗ്രോസ് വാല്യൂ അഡീഷൻ വന്നിട്ടുണ്ടായിരുന്നത് അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്നായിരുന്നു. അതിപ്പോൾ കുറഞ്ഞിട്ട് ഏകദേശം 15.3 ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സിഗ്നിഫിക്കന്റ്ലി എന്ത് ചെയ്തിട്ടില്ല, റെഡ്യൂസ് ചെയ്തിട്ടില്ല. ഓൾമോസ്റ്റ് ഒരു 1% ചേഞ്ച് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇനി കേരളത്തിന്റെ കേസ് നോക്കുകയാണെങ്കിൽ 2014-15 11% എന്തുണ്ടായിരുന്നത്, അഗ്രികൾച്ചറിൽ നിന്നുണ്ടായിരുന്ന ഗ്രോസ് സ്റ്റേറ്റ് വാല്യൂ അഡീഷൻ. എന്നാൽ അത് ഒറ്റയടിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഏകദേശം 3% കുറഞ്ഞിട്ട് 8.92 ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. ഓക്കെ, ഓർ 8.51 ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഇറ്റ് ഈസ് ഡിക്ലൈൻ ടു 8.51. അപ്പം ഡിക്ലൈൻ എന്ന് പറയുന്നത് മോർ ദാൻ 3.5% ആണ്. കേരളത്തിന്റെ കേസിൽ ഇന്ത്യയുടെ കേസിൽ എന്തായിട്ടുള്ളൂ 0.9% ഡിക്ലൈൻ ആണ് വന്നത് എന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ കേസിൽ അത് ഓൾമോസ്റ്റ് 3.4 ആണ്. ഓക്കെ, 3.41 എക്സാക്ട്ലി പറയുകയാണെങ്കിൽ അത്രത്തോളം ഡിക്ലൈൻ എന്ത് ചെയ്തിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. സോ ഒബ്വിയസ്ലി അഗ്രികൾച്ചറൽ സെക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിക്ലൈനിങ് സ്റ്റേറ്റ് ഇൻ കേരള. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്, 10 വർഷത്തിന്റെ ഇടയ്ക്ക് നമ്മുടെ സംസ്ഥാനത്തിലെ ഗ്രോസ് സ്റ്റേറ്റ് വാല്യൂ അഡീഷൻ ഫ്രം അഗ്രികൾച്ചർ എന്താണ്, വളരെ കുറവാണ് എന്നുള്ളത്. ഓക്കെ, സോ ഈ ഒരു കാര്യം നിങ്ങൾ അതിന്റെ ഭാഗമായിട്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അഗ്രികൾച്ചറിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് നമ്മൾ കിടക്കുകയാണ്, അതായത് ലാൻഡ് യൂസ് പാറ്റേൺ. നമ്മുടെ അഗ്രികൾച്ചറിന്റെ മേജർ ആയിട്ടുള്ള ലാൻഡ് ഏതൊക്കെ ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഏതൊക്കെ ക്രോപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലാൻഡ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ടോട്ടൽ ആയിട്ടുള്ള നമ്മുടെ കേരളത്തിന്റെ ലാൻഡ് എന്തെല്ലാം പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു, ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, സോ ചിലപ്പം ആ ഒരു ക്രോണോളജിക്കൽ ഓർഡറിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് 50.76% നമ്മൾ നമ്മുടെ ലൈക്ക് കേരളത്തിലെ ലാൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫോർ നെറ്റ് സോൺ ഏരിയ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൾട്ടിവേഷന് വേണ്ടിയിട്ട് തന്നെയാണ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കൾട്ടിവേഷൻ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ നടക്കുന്നുണ്ട്. ഓക്കെ, കൾട്ടിവേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കേരളത്തിന്റെ കേസ് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ലാൻഡ് എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് മാറ്റി നിർത്തിയിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ് തന്നെയാണ്. രണ്ടാമത് ഏറ്റവും കൂടുതൽ ലാൻഡ് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഫോറസ്റ്റ് ഏരിയ ആണ്. ഓക്കെ, എസ്പെഷ്യലി വെസ്റ്റേൺ ഘട്ടമൊക്കെ വരുന്നുണ്ട്. ഓക്കെ, പശ്ചിമഘട്ടമൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സംരക്ഷിത മേഖല ആയതുകൊണ്ട് അത് ഫോറസ്റ്റ് ഏരിയയിൽ ഉൾപ്പെട്ട് പോകുന്നതാണ്. ദെൻ അടുത്ത ഏരിയ എന്ന് പറയുന്നത് ഓക്കെ ഓൾമോസ്റ്റ് 15.69% എന്ന് പറയുന്നത് നോൺ അഗ്രികൾച്ചറൽ യൂസിന് വേണ്ടിയിട്ടാണ്. സേ ഫോർ എക്സാമ്പിൾ അവിടെ നമ്മൾ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം, നമ്മുടെ വീടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം, ഇൻഡസ്ട്രിയൽ പാർക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം. ഓക്കെ,
സോ ഇങ്ങനെ നോൺ അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉള്ള ലാൻഡ് ഏരിയ എന്ന് പറയുന്നത് 15.69% ആണ്. ബാക്കിയുള്ളത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് നോട്ട് ചെയ്യാം. പിന്നെ മേജർ ആയിട്ട് വരുന്നത് കൾട്ടിവബിൾ വേസ്റ്റ് ലാൻഡ് ആണ്. ഓക്കെ, കൾട്ടിവബിൾ വേസ്റ്റ് ലാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, കൾട്ടിവേറ്റ് ചെയ്യാം, പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നില്ല. പിന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു ടേം ആണ് കറണ്ട് ഫാലോ എന്ന് പറയുന്നത്. കറണ്ട് ഫാലോ എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം അവിടെ കൃഷിയൊന്നും നടന്നിട്ടില്ല, കഴിഞ്ഞ വർഷം അവിടെ കൃഷി നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ വർഷം കൃഷി നടന്നിട്ടില്ല. അങ്ങനെയുള്ള ഭൂമികളെയാണ് നമ്മൾ കറണ്ട് ഫാലോ എന്ന് പറയുന്നത്. ഇപ്പൊ എന്താണ്, അത് വെറുതെ തരിശു ഭൂമിയായിട്ട് കിടക്കുകയാണ്. ഓക്കെ, സോ ഈ 4 എണ്ണത്തിനെയും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വരുന്നത് നെറ്റ് സോൺ ഏരിയ, അതാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. രണ്ടാമത് ഏറ്റവും കൂടുതൽ വരുന്നത് ഫോറസ്റ്റ് ഏരിയ ആണ്. മൂന്നാമത് ഏറ്റവും കൂടുതൽ വരുന്നത് നോൺ അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ലാൻഡ് ആണ്. ഓക്കെ, ഇത്തരത്തില് നോൺ അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ലാൻഡ് ആണ് പിന്നെ ഏറ്റവും കൂടുതൽ വരുന്നത്. പിന്നെ വരുന്നത് കൾട്ടിവബിൾ വേസ്റ്റ് ലാൻഡ് ആണ്. പിന്നെ വരുന്നത് കറണ്ട് ഫാലോ ആണ്. ഓക്കെ, സോ ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റിമെമ്പർ ചെയ്യാം. ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ, മനസ്സിലായിട്ടുണ്ടോ? യെസ്, ഓക്കെ, ക്ലിയർ ആണ്. ബാക്കിയുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടോ? ഷിഫാന, ഓക്കെ, മനസ്സിലായിട്ടുണ്ട്. Okay, so now let's move on to the land use pattern. ഈ ലാൻഡ് യൂസ് പാറ്റേൺ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട 2 കൺസെപ്റ്റുകൾ ഉണ്ട്. അതിൽ ഫസ്റ്റത്തേതാണ് ഗ്രോസ് ക്രോപ്ഡ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രോസ് ക്രോപ്ഡ് ഏരിയ അല്ലെങ്കിൽ ടോട്ടൽ ക്രോപ്ഡ് ഏരിയ എന്നും പറയുന്നുണ്ട്. സോ ഗ്രോസ് ക്രോപ്ഡ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് അതൊരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് പറയാം. കേരളത്തിന്റെ ഭൂമി എന്ന് പറയുന്നത് സേ ഫോർ എക്സാമ്പിൾ 10 ഏക്കറാന്ന് വിചാരിക്കാം. ഓക്കെ, കേരളം എന്ന് പറയുന്നത് 10 ഏക്കറാണ്. ഓക്കെ, 10 ഏക്കറാണ് കേരളം. 10 ഏക്കറാണ് കേരളം എന്ന് പറയുന്നത്. ഈ 10 ഏക്കറിൽ 5 ഏക്കർ എന്താണ്, നേരത്തെ നമ്മുടെ ഡാറ്റ പ്രകാരം അഗ്രികൾച്ചറൽ ലാൻഡ് ആണ്. ഓക്കെ, ഓൾമോസ്റ്റ് 50% അഗ്രികൾച്ചറൽ ലാൻഡ് ആണ് 5 ഏക്കർ. ഓക്കെ, അപ്പം ഈ കൾട്ടിവബിൾ ആയിട്ടുള്ള ഏരിയനെ നമ്മൾ പറയുന്നതാണ് നെറ്റ് ഏരിയ സോൺ എന്ന് പറയുന്നത്. കാരണം ഇവിടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ, കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, കൾട്ടിവേഷന് അവൈലബിൾ ആയിട്ടുള്ള ഏരിയ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, നെറ്റ് ഏരിയ സോൺ എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൾട്ടിവേഷന് അവൈലബിൾ ആയിട്ടുള്ള ഫിസിക്കൽ ഏരിയനെ പറയുന്ന പേരാണ് എന്ത്, ഫിസിക്കൽ ഏരിയനെ പറയുന്ന പേരാണ് എന്ത്, നെറ്റ് സോൺ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ക്രോപ്ഡ് ഏരിയ എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഈ 5 ഏക്കർ സ്ഥലമുണ്ട്. ആ 5 ഏക്കർ സ്ഥലത്ത് ഇപ്പം മൺസൂൺ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, കൃഷി ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യാണ്, വിന്റർ സമയമായപ്പോൾ ഞാൻ വീണ്ടും ആ 5 ഏക്കറിന്റെ കൃഷി നടത്തി. അപ്പൊ ടോട്ടൽ ഞാൻ എത്ര കൃഷി നടത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 ഏക്കറിൽ കൃഷി നടത്തി എന്നാണ് അതിന്റെ ആൻസർ, അല്ലെ? 10 ഏക്കറിൽ കൃഷി നടത്തി. കാരണം എന്താണ്, 5 ഏക്കറിൽ ഞാൻ മൺസൂൺ കാലഘട്ടത്തില് കൾട്ടിവേഷൻ നടത്തി. അത് കഴിഞ്ഞ് ബാക്കിയുള്ള, അതായത് മൺസൂൺ കാലഘട്ടത്തിലെ ജൂണിൽ ഞാൻ എന്ത് ചെയ്തു, അവിടെ വിത്തിറക്കി. ഓക്കെ, ഒരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആയ സമയത്ത് ഞാൻ വിളവെടുത്തു. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ നെല്ലാണ് നട്ടത്, 4-5 മാസം കഴിഞ്ഞു അതിന്റെ വിളവെടുത്തു. അത് കഴിഞ്ഞ് ഡിസംബറിൽ ഞാൻ വീണ്ടും എന്ത് ചെയ്യാണ്, അവിടെ ചില പച്ചക്കറി നടുകയാണ്. ആ 5 ഏക്കറിൽ ഞാൻ വീണ്ടും പച്ചക്കറി നട്ടു. ഓക്കെ, അടുത്തൊരു മാർച്ച് ഏപ്രിൽ ആകുമ്പോൾ ഞാൻ വീണ്ടും അതിന്റെ വിളവെടുക്കുകയാണ്. അപ്പൊ കൊല്ലത്തിൽ 2 തവണ ഈ പ്രദേശത്ത് മുഴുവൻ ഞാൻ എന്ത് ചെയ്തു, കൾട്ടിവേറ്റ് ചെയ്തു. അപ്പൊ എന്റെ ടോട്ടൽ ആയിട്ടുള്ള കൾട്ടിവബിൾ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്, 5 + 5 10 ഏക്കറാണ്. ഓക്കെ, അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ ഗ്രോസ് ക്രോപ്ഡ് ഏരിയ എന്ന് പറയുന്നത്. ടോട്ടൽ ആയിട്ട് നമ്മൾ ഈ രൂപത്തിൽ കൾട്ടിവേഷൻ ചെയ്യുന്ന, അല്ലെങ്കിൽ കൾട്ടിവേഷന് വേണ്ടിയിട്ട് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ലാൻഡിനൊക്കെ വീണ്ടും വീണ്ടും ആഡ് ചെയ്ത് വരുന്നതിനെയാണ് ഗ്രോസ് ക്രോപ്ഡ് ഏരിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രോസ് ക്രോപ്ഡ് ഏരിയ വിൽ ബി മോർ ദാൻ നെറ്റ് സോൺ ഏരിയ. ഓക്കെ, ഗ്രോസ് ക്രോപ്ഡ് ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി മോർ ദാൻ നെറ്റ് സോൺ ഏരിയ. ഈ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ഗ്രോസ് ക്രോപ്ഡ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ നെറ്റ് സോൺ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. ഓക്കെ, സോ നമ്മുടെ കേരളത്തിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ
ടോട്ടൽ ക്രോപ്ഡ് ഏരിയ അല്ലെങ്കിൽ ഗ്രോസ് ക്രോപ്ഡ് ഏരിയ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 25.4 ലാക്ക് ഹെക്ടേഴ്സ് ആണ്. എന്നാൽ നെറ്റ് സോൺ ഏരിയ എന്ന് പറയുന്നത് 19.7 ലാക്ക് ഹെക്ടേഴ്സ് ആണ്. ഓക്കെ, സോ ഒരു ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ എക്കണോമിക് റിവ്യൂല് പറയുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് ടേംസ് ആണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഒന്ന് ഗ്രോസ് ക്രോപ്ഡ് ഏരിയയും രണ്ടാമത്തത് നെറ്റ് സോൺ ഏരിയയും. ഓക്കെ, നെറ്റ് സോൺ ഏരിയയും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഗ്രോസ് ക്രോപ്ഡ് ഏരിയ അതുപോലെ തന്നെ നെറ്റ് സോൺ ഏരിയ ഇതിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എന്താണ്. കാരണം റീസെന്റ് ടൈംസിൽ കേരളത്തിൽ നെറ്റ് സോൺ ഏരിയ കൂടിയിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു ഫിസിക്കൽ ഏരിയയിൽ കൂടുതൽ ഏരിയാസ് നമ്മൾ അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടോ. നമ്മൾ നേരത്തെ നോക്കിയ സമയത്ത് കറണ്ട് ഫാലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം കൾട്ടിവേറ്റ് ചെയ്യാത്ത ലാൻഡ് ഉണ്ട് എന്നുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ കൾട്ടിവബിൾ വേസ്റ്റ് ലാൻഡ് ഉണ്ട്, അവിടെ എന്ത് ചെയ്യുന്നില്ല, കൃഷിയൊന്നും ചെയ്യുന്നില്ല. നമുക്ക് അവിടെ കൃഷിക്ക് അനുയോജ്യമായ ഭൂമിയാണ്, പക്ഷെ അവിടെ കൃഷിയൊന്നും ചെയ്യുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള ഭൂമിയൊക്കെ നമുക്ക് അഗ്രികൾച്ചറിന്റെ ഭാഗമാക്കിയാൽ അല്ലെങ്കിൽ അവിടേക്കൊക്കെ കൃഷി വ്യാപിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടോട്ടൽ ആയിട്ടുള്ള നെറ്റ് ഏരിയ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഗ്രോസ് ക്രോപ്ഡ് ഏരിയ ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രോപ്പ് റൊട്ടേഷൻ ചെയ്താൽ മതി. ഓക്കെ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജൂൺ മുതൽ സേ ഫോർ എക്സാമ്പിൾ ഒരു ഓഗസ്റ്റ് വരെ ഞാൻ ഒരു കൃഷി നട്ടു, അതിന്റെ വിളവെടുത്തു. അത് കഴിഞ്ഞ് സെപ്റ്റംബർ മുതൽ ഞാൻ എന്ത് ചെയ്യാണ്, ജനുവരി വരെ വേറൊരു കൃഷി ചെയ്തു. ഓക്കെ, ജനുവരിയിൽ അതിന്റെ വിളവെടുത്തു. ഫെബ്രുവരി മുതൽ മെയ് വരെ ഞാൻ വീണ്ടും കൃഷി ചെയ്യാണ്. അപ്പൊ എന്റെ ഗ്രോസ് ക്രോപ്ഡ് ഏരിയ എന്ന് പറയുന്നത് ഈ പറയുന്ന 5+5+5, കാരണം 3 തവണ ഞാൻ ഒരു വർഷത്തിന്റെ ഇടയ്ക്ക് ഇവിടെ കൃഷി ചെയ്തു, 15 ഏക്കറായിട്ട് അത് കൂടും. ഓക്കെ, അപ്പൊ എനിക്ക് ഗ്രോസ് ക്രോപ്ഡ് ഏരിയ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ഏരിയയിൽ ചേഞ്ച് വരുത്തണ്ട, പകരം ക്രോപ്പ് റൊട്ടേഷൻ ചെയ്താൽ മതി. വീണ്ടും 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 അതേ സ്ഥലത്ത് തന്നെ കൾട്ടിവേറ്റ് ചെയ്താൽ മതി, കണ്ടിന്യൂസ് കൾട്ടിവേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഗ്രോസ് ക്രോപ്ഡ് ഏരിയ ക്യാൻ ബി ഇൻക്രീസ്ഡ് വിത്തൗട്ട് ഇൻക്രീസിങ് നെറ്റ് സോൺ ഏരിയ. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് വരാം, ദാറ്റ് ഈസ് ട്രൂ. ഓക്കെ, സോ കൃത്യമായിട്ടുള്ള കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഏത് രൂപത്തിൽ കൺഫ്യൂസ് ആയി ചോദിച്ചു കഴിഞ്ഞാലും യു ക്യാൻ ആൻസർ. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് ഓരോന്നും കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സോ യു ഹാവ് ടു കീപ് ദിസ് ഇൻ മൈൻഡ്. ഓക്കെ, ഈ ഒരു ഏരിയ ക്ലിയർ ആണോ, മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, സഹല മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. നൗ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ട്രൈ ടു സോൾവ് ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും, നിങ്ങളുടെ അടുത്ത് നിന്ന് ആൻസർ ചോദിക്കാം. കാരണം എനിക്ക് ഉറപ്പ് വരുത്തണം നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് അഗ്രികൾച്ചർ ഇൻ കേരള. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്, കേരളാസ് അഗ്രികൾച്ചറൽ ലാൻഡ്സ്കേപ്പ് ഇസ് ഡോമിനേറ്റഡ് ബൈ ലാർജ് സ്കെയിൽ കൊമേഴ്ഷ്യൽ ഫേംസ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഫാംസ്. ഇത് ശരിയാണോ തെറ്റാണോ? കേരളാസ് അഗ്രികൾച്ചറൽ ലാൻഡ്സ്കേപ്പ് ഇസ് ഡോമിനേറ്റഡ് ബൈ ലാർജ് സ്കെയിൽ കൊമേഴ്ഷ്യൽ ഫാംസ്. ശരിയാണോ തെറ്റാണോ? വാട്ട് ഡു യു തിങ്ക്? നമുക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ അതല്ലെങ്കിൽ ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? കേരളത്തിൽ കൂടുതലായിട്ടുള്ളത് ലാർജ് സ്കെയിൽ കൊമേഴ്ഷ്യൽ ഫേംസ് ആണോ അല്ലെങ്കിൽ ഫാമേഴ്സ് ആണോ? Okay, Sala says yes. ജസ്റ്റ് ഞാൻ ഒരു തവണ കൂടെ പറയാം. കേരളത്തിലെ അഗ്രികൾച്ചറൽ ലാൻഡ്സ്കേപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഡോമിനേറ്റഡ് ബൈ ലാർജ് സ്കെയിൽ കൊമേഴ്ഷ്യൽ ഫാംസ്. ഓക്കെ, വാട്ട് ഡു യു തിങ്ക്? നാസ, സഹല, ഷിഫാന. ഓക്കെ, നമ്മൾ ഓൾറെഡി പലതവണ പറഞ്ഞതാണ്. നിങ്ങൾക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, യെസ്, എക്സാക്ട്ലി തെറ്റാണ്. ഓക്കെ, ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ്. കാരണം എന്താണ്, നമുക്കുള്ളത് സ്മാൾ ലാൻഡ് ഹോൾഡിങ്സ് ആണ്. ഓക്കെ, നമുക്ക് വരുന്നത് സ്മാൾ ലാൻഡ് ഹോൾഡിങ്സ് ആണ്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ലാൻഡ് റീഫോംസ് കാരണം ഒക്കെ
നമ്മുടെ ഇവിടെയുള്ള ലാൻഡ് ഹോൾഡിങ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്രാഗ്മെന്റഡ് ആയിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കുള്ളത് സ്മോൾ ലാൻഡ് ഹോൾഡിങ്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണെങ്കിൽ ഇമീഡിയറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഓരോ സ്റ്റേറ്റ്മെന്റ്സും കട്ട് ചെയ്യാൻ പറ്റും. യു ക്യാൻ റീച്ച് ദ റൈറ്റ് ആൻസർ. ബട്ട് നമ്മൾ എന്ത് ചെയ്യും, ബാക്കിയുള്ള ആൻസേഴ്സും കൂടെ ചെക്ക് ചെയ്യും, ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റും കൂടെ ചെക്ക് ചെയ്യും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, അഗ്രോ ക്ലൈമാറ്റിക് ഡൈവേഴ്സിറ്റി ഇൻ കേരള സപ്പോർട്ട്സ് കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റേഷൻ ക്രോപ്പ്, ക്യാഷ് ക്രോപ്പ് ആൻഡ് സ്പൈസസ്. ഡെഫിനറ്റ്ലി നമ്മുടെ കേരളത്തിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഈ മൂന്ന് കാര്യങ്ങളും തന്നെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലൈക്ക് പ്ലാന്റേഷൻ ക്രോപ്സ് ആയിട്ട് നിങ്ങൾക്ക് റബ്ബർ പറയാം, ടീ പറയാം, ഓക്കെ, കോഫി പറയാം. ഓക്കെ, ദെൻ ക്യാഷ് ക്രോപ്സ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് പറയാം, അരീക്കനട്ട് പറയാം, കോക്കനട്ട് പറയാം. ഓക്കെ, സ്പൈസസ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് പറയാം, ഏലം, ഗ്രാമ്പു, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യാം. So agroclimatic diversity supports the cultivation of the plantation crop, cash crops and spices. That statement is true. Then അടുത്തത് 14th 5-year plan aim to revive agricultural growth and enhance crop productivity. ഇതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അതായത് ഏത് വർഷവും അഗ്രികൾച്ചറുമായിട്ട് സംബന്ധിച്ചിട്ട് ഗവൺമെന്റിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറിലെ ഗ്രോത്ത് ഉണ്ടാക്കുക എന്ന് പറയുന്നതും ക്രോപ്പിന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നുള്ളതും തന്നെയാണ്. അതിപ്പോ 14ാമത്തെ 5-year പ്ലാൻ ആയാലും 12 ആയാലും 11 ആയാലും എല്ലാത്തിലും പൊതുവായിട്ട് അത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അഗ്രികൾച്ചറിൽ ഗ്രോത്ത് ഉണ്ടാക്കണം, ക്രോപ്പ് പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യണം, കൂട്ടണം. അതായത് ഇപ്പം ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഗവൺമെന്റ് പറയുന്ന പോലെ എംപ്ലോയ്മെന്റ് ഞങ്ങൾ കൂട്ടും, ഓക്കെ, എല്ലാവർക്കും ജോലി കൊടുക്കും, ഓക്കെ, പെട്രോളിന്റെ വില കുറയ്ക്കും. ഇതൊക്കെ ലൈക്ക് വാഗ്ദാനങ്ങളായിട്ട് തന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അതുപോലെ തന്നെയാണ് ഈ 5-year പ്ലാനും. അതിൽ പൊതുവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനമാണ് എന്ത്, അഗ്രികൾച്ചറൽ ഗ്രോത്ത് ഉണ്ടാക്കും, ക്രോപ്പ് പ്രൊഡക്ടിവിറ്റി കൂട്ടും. ഓക്കെ, സോ അതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഒബ്വിയസ്ലി ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് റൈറ്റ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് 2 and 3. ഓക്കെ, സോ ഇതായിരിക്കണം നിങ്ങളുടെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. കൺസെപ്റ്റുവൽ ക്ലാരിറ്റി കിട്ടുക, എന്നിട്ട് അതിനെ അപ്ലൈ ചെയ്യുക ആൻഡ് ഡെവലപ്പ് ദി നോളജ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, which of the following best explains the stagnation of agricultural growth in Kerala over the past decade? ആക്ച്വലി നമുക്ക് സ്റ്റാഗ്നേഷൻ എന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് എന്താണ്, ഡിക്ലൈൻ ആണ് വരുന്നത്. നമ്മൾ നേരത്തെ നോക്കിയ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു 11% ഉണ്ടായിരുന്നത് നമ്മൾ എന്തായിട്ട് കുറഞ്ഞിട്ടുണ്ട്, 8.51% മാറിയിട്ടുണ്ട്. പണ്ട് 11.52% ഉണ്ടായിരുന്ന സാധനമാണ്. പിന്നീട് അത് എന്തായിട്ടുണ്ട്, 8.5% കുറയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോറി, 11.92 ഇഫ് ഐ എം കറക്റ്റ്. ഓക്കെ, സോ ഓൾമോസ്റ്റ് 12ന്റെ അടുത്തുണ്ടായിരുന്ന ഒരു സാധനം ഇത്രയും ഒരു ഡിക്ലൈൻ വരെയാണ് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത്. സോ അതിന്റെ കാരണം എന്താണ്, അഗ്രികൾച്ചറൽ സെക്ടറിന്റെ ഗ്രോത്തിന് ഇത്തരത്തിലുള്ള ഒരു സ്റ്റാഗ്നേഷൻ ഉണ്ടാവാനുള്ള കാരണം എന്താണ് എന്നാണ് ചോദ്യം. സോ ഫസ്റ്റ് ദ സ്റ്റേറ്റ്മെന്റ്, അഡിക്വേറ്റ് മൺസൂൺ റെയിൻഫോൾ ഹാസ് ലെഡ് ടു എക്സസീവ് വാട്ടർ ലോഗിംഗ്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, അഡീക്വേറ്റ് മൺസൂൺ റെയിൻഫോൾ ഹാസ് ലെഡ് ടു എക്സസീവ് വാട്ടർ ലോഗിംഗ്. ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ് ആണ്. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഡീക്വേറ്റ് ആയിട്ടുള്ള മൺസൂൺ റെയിൻഫോൾ ഉണ്ടെങ്കിലും വാട്ടർ ലോഗിംഗ് എന്ന് പറയുന്നത് കേരളത്തിൽ നോർമലി ഉണ്ടാവാറില്ല. കാരണം കേരളത്തിന്റെ ജോഗ്രഫി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മലനാട് പ്രദേശം, പിന്നെ തീരപ്രദേശം, ഇടനാട്, ഓക്കെ, ഇടനാട് പ്രദേശം, പിന്നെ തീരപ്രദേശം എന്നുള്ള രൂപത്തിലാണ്. ഓക്കെ, മലനാട് വരുന്നുണ്ട്, ഓക്കെ, ഹിൽ ഏരിയ വരുന്നുണ്ട്, മിഡിൽ ലാൻഡ് അല്ലെങ്കിൽ മലനാട് പ്രദേശം വരുന്നുണ്ട്, പിന്നെ എന്ത് വരുന്നുണ്ട്, തീരപ്രദേശം അല്ലെങ്കിൽ കോസ്റ്റൽ ഏരിയ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ഈസി ആയിട്ട് ഫ്ലോ ചെയ്തിട്ട് സീ അല്ലെങ്കിൽ ഓഷ്യനിലേക്ക് എന്ത് ചെയ്യും, പോകും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് റോങ് ആണ്. നമുക്കൊരു വാട്ടർ ലോഗിംഗ് ഉണ്ടാവാറില്ല. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ്. അടുത്തത്, ഹെവി മെക്കനൈസേഷൻ ആൻഡ് അർബൻ സെൻട്രിക് പോളിസീസ് ഹാവ് റീപ്ലേസ്ഡ് ട്രഡീഷണൽ ഫാമിംഗ്. അത് കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? ഹെവി മെക്കനൈസേഷൻ ഡെഫിനറ്റ്ലി ഇല്ല. ഓക്കെ, കാരണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾക്ക് ലാൻഡ് ഫ്രാഗ്മെന്റേഷൻ കാരണം നമുക്കിവിടെ മെക്കനൈസേഷൻ പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇസ് ആൾസോ റോങ്. ഇനി തേർഡ് സ്റ്റേറ്റ്മെന്റ്, എ കോമ്പിനേഷൻ ഓഫ് ക്ലൈമാറ്റിക് ചാലഞ്ച് ആൻഡ് സോഷ്യോ എക്കണോമിക് ഷിഫ്റ്റ് ഹാസ് എഫക്റ്റഡ് അഗ്രികൾച്ചറൽ പെർഫോമൻസ്. അത് ശരിയാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് നോക്കിയതാണ് എന്ത്, ക്ലൈമാറ്റിക് ആയിട്ടുള്ള കണ്ടീഷൻസും സോഷ്യോ എക്കണോമിക് പാരാമീറ്റേഴ്സ് വന്ന ചേഞ്ചസ് നമ്മുടെ അഗ്രികൾച്ചറൽ പെർഫോമൻസിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കുന്ന സമയത്ത്,
Poor soil quality and lack of irrigation infrastructure have been the sole reason for poor productivity. അത് wrong ആണ്. ഓക്കെ, സോയിൽ ക്വാളിറ്റി ആൻഡ് ലാക്ക് ഓഫ് ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ അത് മാത്രമല്ല സോൾ റീസൺ ഫോർ പുവർ പ്രൊഡക്ടിവിറ്റി. ഓക്കെ, നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിട്ട് അത്യാവശ്യം നല്ല സോയിൽ ക്വാളിറ്റി നമുക്കുണ്ട്, അത്യാവശ്യം നല്ല ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ നമുക്കുണ്ട്. ബട്ട് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറയാൻ മറ്റ് പല കാരണങ്ങൾ കൂടെ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഒന്നാമത്തത് ലാൻഡ് ഫ്രാഗ്മെന്റേഷൻ തന്നെ, അതുകൊണ്ട് മെക്കാനൈസേഷനും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അഡീക്വേറ്റ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് കാര്യങ്ങൾ അതും എന്ത് ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. സേഫ് ലിമിറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, യൂസ് ചെയ്യുന്നില്ല. അൺലൈക്ക് ദി അതർ കൺട്രീസ്, ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നത് നല്ലതാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ തമിഴ്നാട്, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ലാർജ് സ്കെയിലിൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രൊഡക്ടിവിറ്റി ഓഫ് കോഴ്സ് കൂടും. കേരളത്തിൽ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നതിന്റെ അളവ് കുറവാണ്, അപ്പൊ പ്രൊഡക്ടിവിറ്റി കുറയും. പക്ഷേ ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണം എന്തായിരിക്കും, കേരളത്തിൽ ഉണ്ടാക്കുന്നതായിരിക്കും. ഇവിടെ നമ്മൾ ആരോഗ്യം അല്ലെങ്കിൽ നല്ല ഭക്ഷണം എന്നുള്ള കാരണം അല്ലെങ്കിൽ എക്കോളജിക്കലി സസ്റ്റൈനബിൾ ആയിട്ടുള്ള മെത്തേഡ് ഏതാണ് എന്നല്ല ചോദിച്ചിരിക്കുന്നത്, പ്യുവർ പ്രൊഡക്ടിവിറ്റി കൂടുക എന്നുള്ളതാണ്. ഓക്കെ, സോ പ്രൊഡക്ടിവിറ്റി കൂടുന്നത് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്താണ്. സോ അതും എന്താണ്, റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ദ ആൻസർ ഇസ് സി. ഓക്കെ, ഒരു പ്രോപ്പർ കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ യു ക്യാൻ ആൻസർ ദിസ്. ദെൻ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാൻ നിൽക്കുന്നില്ല, ഈ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഈ സ്ലൈഡ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, ജസ്റ്റ് ട്രൈ ടു സോൾവ് ദിസ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ആ ഒരു പെർഫെക്റ്റ് ആൻസറിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. നൗ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഡിസ്കഷൻ. ഓക്കെ, ഇനി നമ്മൾ മേജർ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ ക്രോപ്ഡ് ഏരിയ, അതുപോലെ തന്നെ നെറ്റ് സോൺ ഏരിയ. ഈ രണ്ട് കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഈ രണ്ട് കാര്യത്തിനും വന്നിട്ടുള്ള ചേഞ്ചസും അത് റിലേറ്റ് ആയിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങളുമാണ്, അതായത് ട്രെൻഡാണ്. ഓക്കെ, ഒബ്വിയസ്ലി പി എസ് സിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയയാണ് ട്രെൻഡ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ട്രെൻഡുകൾ വെച്ചുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഈവൻ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോട്ടൽ ക്രോപ്പ് ഏരിയ എന്ന് പറയുന്നത് അത് സ്ലൈറ്റ്ലി എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0.8% എന്ത് ചെയ്തിട്ടുണ്ട്, ടോട്ടൽ ക്രോപ്ഡ് ഏരിയ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടോട്ടൽ ക്രോപ്ഡ് ഏരിയ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബൈ 0.8%. അടുത്തത് ഏരിയ സോൺ മോർ ദാൻ വൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്, നെറ്റ് ഗ്രോസ് ക്രോപ്ഡ് ഏരിയ അല്ലെങ്കിൽ ഗ്രോസ് സോൺ ഏരിയ. അതിനാണ് മോർ ദാൻ 1 ടൈംസ് വരുന്ന സമയത്ത് അത് ഗ്രോസ് ആയി. ഓക്കെ, സോ ഏരിയാസ് സോൺ മോർ ദാൻ 1 ഇൻക്രീസ്ഡ് ബൈ 7.5%. 7.5% എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് സോൺ ഏരിയ 7.5% ഇൻക്രീസ് ചെയ്തു. അടുത്തത് കറണ്ട് ഫാലോ, അതായത് ഇപ്പൊ കഴിഞ്ഞ വർഷം കൾട്ടിവേറ്റ് ചെയ്തിരുന്നു, ഈ വർഷം കൾട്ടിവേറ്റ് ചെയ്യാത്ത ഭൂമി, അതെന്ത് ചെയ്തിട്ടുണ്ട്, 9.4% ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. അതും പോസിറ്റീവ് ആണ്. ഓക്കെ, 9.4% എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ആൾസോ എ പോസിറ്റീവ് സൈൻ. ഓക്കെ, പക്ഷേ അത്ര നല്ലതല്ലാത്ത മറ്റൊരു സൈൻ ഉണ്ട്, അതായത് നെറ്റ് സോൺ ഏരിയ ഓഫ് ദ സ്റ്റേറ്റ് രജിസ്റ്റേർഡ് എ ഡിക്ലൈൻ ബൈ 0.9%. ഓക്കെ, അതായത് നെറ്റ് സോൺ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രികൾച്ചറിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ഫിസിക്കൽ ഭൂമി, അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കുറവ് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേരളത്തിന് 10 ഏക്കർ ആണ് എന്നുണ്ടെങ്കിൽ അതിൽ ഈ 5 ഏക്കർ എന്ന് പറയുന്നില്ലേ, ഈ 5 ഏക്കറിൽ കുറവ് വന്നിട്ടുണ്ട്. ഓക്കെ, ആ 5 ഏക്കർ ഇപ്പൊ കുറഞ്ഞിട്ട് എന്ത് ചെയ്തു, 4 ഏക്കറായിട്ട് മാറി. പക്ഷേ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രോസ് ക്രോപ്ഡ് ഏരിയയിൽ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. കാരണം പണ്ട് 5 ഏക്കർ ആയിരുന്ന സമയത്ത് അവിടെ 2 തവണയായിരുന്നു കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് എത്രയാണ് കിട്ടുന്നത്, ഗ്രോസ് ക്രോപ്ഡ് ഏരിയ എന്ന് പറയുന്നത് 10 ആണ്. പക്ഷെ ഇപ്പം ഇത് കുറഞ്ഞ് 4 ആയിട്ട് മാറി. നെറ്റ് ഫിസിക്കൽ ലാൻഡ് എന്ന് പറയുന്നത് കുറഞ്ഞ് 4 ആയിട്ട് മാറി. പക്ഷെ നമ്മൾ അവിടെ വർഷത്തിൽ 3 തവണ കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 12 എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രോസ് ക്രോപ്ഡ് ഏരിയ ആയിട്ട് വരുന്നുണ്ട്. സോ ഒബ്വിയസ്ലി 2 കൂടുതലാണ്. ഇപ്പൊ ഫിസിക്കൽ ഏരിയയിൽ കുറവുണ്ടായാലും അത് ഗ്രോസ് ക്രോപ്ഡ് ഏരിയയിൽ എന്ത് ചെയ്യില്ല, റിഫ്ലക്ട് ചെയ്യണമെന്നില്ല. ഓക്കെ, സോ ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ടോട്ടൽ ആയിട്ടുള്ള ലാൻഡ് ഡിസ്ട്രിബ്യൂഷനും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പാറ്റേൺ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ
ഇമ്പോർട്ടൻസ് ആയിട്ട് തന്നെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. ഓക്കെ, സോ ഇതാണ് ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഒബ്വിയസ്ലി ഏതെങ്കിലും ഒരു റിപ്പോർട്ട്, ഓക്കെ, അതിൽ കേരളം ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നു അല്ലെങ്കിൽ വേഴ്സ് ആയിട്ട് പെർഫോം ചെയ്യുന്നു, കേരളത്തിലെ മറ്റ് സംസ്ഥാനങ്ങളായിട്ട് ഒരു കമ്പാരിസൺ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ KS എക്സാമിനേഷൻ നോക്കുന്ന സമയത്ത് കേരള ഹിസ്റ്ററിയിൽ കേരളം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിൽ നന്നായിട്ട് പെർഫോം ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെ മുൻനിർത്തിയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ബിസിനസ് റീഫോം ആക്ഷൻ പ്ലാനിൽ കേരളം എന്ത് ചെയ്തിട്ടുണ്ട്, ബെറ്റർ പെർഫോം ചെയ്തു. അത് ഒബ്വിയസ് ആയിട്ട് ചോദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, വി ഹാവ് ടു പ്രിപ്പയർ അക്കോർഡിംഗ്ലി. ഓക്കെ, അത് മുൻകണ്ടുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. അപ്പൊ അതുപോലെ വന്നിട്ടുള്ള മറ്റൊരു റിപ്പോർട്ടാണ് നാഷണൽ സാമ്പിൾ സർവേയുടെ 77th റൗണ്ട് ഓഫ് സിറ്റുവേഷൻ അസസ്മെന്റ് ഓഫ് ദി അഗ്രികൾച്ചറൽ ഹൗസ് ഹോൾഡ്സ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പം അതിലുള്ള ഒരു ചെറിയ കമ്പാരിസൺ ഇന്ത്യ വേഴ്സസ് കേരള വരുന്നുണ്ട്. അപ്പം അത് നോക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലുള്ള 33.2% ആൾക്കാരും അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ്. ഇവിടെ പറയുന്നത് റൂറൽ പോപ്പുലേഷന്റെ കാര്യം മാത്രമാണ്. ഓക്കെ, ടോട്ടൽ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ കേസ് അല്ല, റൂറൽ പോപ്പുലേഷന്റെ കാര്യം മാത്രമാണ്. ഓക്കെ, റൂറൽ പോപ്പുലേഷന്റെ കേസ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് 33.2% ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്, അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. എന്നാൽ ഇന്ത്യയുടെ കേസിലേക്ക് വരുന്ന സമയത്ത് അത് കുറെ കൂടെ കൂടുതലാണ്, വിച്ച് ഇസ് ഓൾമോസ്റ്റ് 54% ആണ്. ഓക്കെ, 53% റൂറൽ ഏരിയ 54% റൂറൽ ഏരിയയിലുള്ള ആളുകളും അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. ഇനി ഇതിലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ 33% ആൾക്കാർ എന്ന് പറഞ്ഞു, ഈ ആളുകളിലെ 34% ആൾക്കാർ, ഓക്കെ, ഈ ആളുകളിലെ 34%-ഓളം ആൾക്കാരെ മാത്രം, കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ 34.4% ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അവരുടെ അഗ്രികൾച്ചറൽ ലാൻഡിൽ പണിയെടുക്കുന്നുള്ളൂ. ഓക്കെ, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ കേരളത്തില് 100 പേര് റൂറൽ ഏരിയയിലുണ്ട്. ആ 100 പേരിൽ 33 പേര് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് കൈവശം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അഗ്രികൾച്ചറിൽ നിന്ന് എന്ത് ചെയ്യുന്നുള്ളൂ, വരുമാനം കണ്ടെത്തിയിട്ട് ജീവിക്കുന്ന ആൾക്കാരുള്ളൂ. 33 പേര്. ഇങ്ങനെ അഗ്രികൾച്ചറിൽ നിന്ന് വരുമാനം കണ്ടെത്തി ജീവിക്കുന്ന 33 പേരില് 11 ആൾക്കാർ മാത്രമേ അവരുടെ ഭൂമിയിൽ എന്ത് ചെയ്യുന്നുള്ളൂ, പണിയെടുക്കുന്നുള്ളൂ, 1/3. ഓക്കെ, സോ ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ടോട്ടൽ ആയിട്ട് വരുന്ന 33-ല് 34% ആൾക്കാരെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അവരുടെ അഗ്രികൾച്ചറൽ ലാൻഡിൽ വർക്ക് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇന്ത്യയുടെ കേസിൽ അത് എത്രയാണ്, 68% അല്ലെങ്കിൽ 68.9% ആണ്. ഇതൊരു നല്ല കമ്പാരിസൺ ആണ്. അപ്പം ഇതിന് ഒരു റീസൺ എന്ന് പറയുന്നത് ലൈക്ക് അഗ്രികൾച്ചറിന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നില്ല. ഓക്കെ, അതായത് വീട്ടില് സ്വന്തം കൃഷിയിടത്തിൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്ന, പുറത്തുനിന്നുള്ള പണിക്കാരെ വിളിച്ചിട്ടാണ് കൃഷി അല്ലെങ്കിൽ അവിടുത്തെ പണികളൊക്കെ എടുപ്പിക്കുന്നത്. നമ്മളായിട്ട് ഇറങ്ങിയിട്ട് അവിടെ എന്തെങ്കിലും ഒരു ചീര പയറോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കൾട്ടിവേറ്റ് ചെയ്യുന്നില്ല എന്ന കാര്യം ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തതാണ്. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പം ഈ ഒരു ഡാറ്റ അത്ര സർപ്രൈസിങ് ആയിട്ട് തോന്നുന്നില്ല, നമുക്ക് അറിയാവുന്ന ഡാറ്റ ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ബട്ട് എനിവേ എക്കണോമിക് റിവ്യൂവിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണിച്ചത് കൊണ്ട് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തന്നു എന്ന് മാത്രം. ഓക്കെ, അടുത്തത് അഗ്രികൾച്ചറൽ പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ ക്രോപ്പിംഗ് പാറ്റേൺ, ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ക്രോപ്പിംഗ് പാറ്റേൺ എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്പ് ഏതാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സെക്കൻഡ് ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഏതാണ്? ഓക്കെ, അതുപോലെ തന്നെ ഫുഡ് ക്രോപ്സ് ആണോ ക്യാഷ് ക്രോപ്സ് ആണോ കൂടുതലായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നത്? പ്ലാന്റേഷൻ ക്രോപ്സ് ആണോ ഫുഡ് ക്രോപ്സ് ആണോ ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ കമ്പാരിസൺ വരാൻ സാധ്യതയുണ്ട്. സോ യു ഹാവ് ടു ബി കെയർഫുൾ. സോ ആദ്യം തന്നെ നോക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിന്റെ കേസിൽ ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത് കോക്കനട്ട് ആണ്, തെങ്ങാണ് ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്പ്.